نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون ഏറെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, കാരുണ്യവാനായ നാഥന്റെ കൽപ്പനകൾ ഓരോന്നും ജീവിതത്തിൽ പാലിച്ച് നല്ലവരായി ജീവിക്കണേ എന്ന് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു ആ നിലക്ക് ജീവിക്കാനും അപ്രകാരം ഈ ദുനിയാവിൽ നിന്ന് അവസാന യാത്രക്കൊരുങ്ങുവാനുമുള്ള മഹത്തായ ഭാഗ്യം റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഏറെ സന്തോഷത്തിലാണ് നാം ഓരോരുത്തരുമുള്ളത്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രയാസങ്ങൾ ഏതുമില്ലാത്ത വിധം നല്ല മഴ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കിണറുകൾ, പുഴകൾ, പരിസരങ്ങളിലെ ജലാശയങ്ങൾ എല്ലാം സജീവമായി. നമ്മുടെ നാട് പച്ചപ്പുള്ള മനോഹരമായ സാഹചര്യത്തിലായി മാറിക്കഴിഞ്ഞു. അതിശക്തമായ ചൂട് അനുഭവിച്ചിരുന്ന നമുക്ക് ചൂടിനു പകരം തണുപ്പെന്ന
സുന്ദരമായ സാഹചര്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തി. ഇത്തരമൊരു സമയത്ത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മഴയുമായി ബന്ധപ്പെട്ട് നാം ഓരോരുത്തരും അറിയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും പരിശോധിച്ചു നോക്കിയാൽ മഴയുമായി ബന്ധപ്പെട്ട ഒട്ടനേകം വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, മഴയെന്നത് ഈ ലോകത്തിന് ഒരു സൃഷ്ടാവുണ്ട്, ഈ പ്രപഞ്ചത്തിന് ഒരു ദൈവമുണ്ട് എന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അള്ളാഹുവിന്റെ അത്ഭുതകരമായ ദൃഷ്ടാന്തമാണ് മഴ എന്ന നിലക്കാണ് മഴയെ അല്ലാഹു തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അല്ലാഹു പറയാണ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്. പടച്ചോന്റെ ഓരോ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് അള്ളാഹു നമുക്ക് ഇങ്ങനെ വിശദീകരിച്ച് നൽകുമ്പോ അവിടെ അള്ളാഹു പറഞ്ഞു, ആകാശത്തിന്റെ സൃഷ്ടിപ്പിലും അതേപോലെ തന്നെ ഭൂമിയുടെ സംവിധാനത്തിലും ചിന്തിക്കുന്ന ആളുകൾക്ക് അത്ഭുതകരമായ ചില ദൃഷ്ടാന്തങ്ങളുണ്ട്. അതേപോലെ വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവിന്റെയും പകലിന്റെയും സഞ്ചാരഗമനങ്ങളില്ലേ, അതിലും ചിന്തിക്കുന്ന ആളുകൾക്ക് അത്ഭുതകരമായ ദൃഷ്ടാന്തമുണ്ട്. വൽഫുൽകില്ലതി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉന്നാസ്, സമുദ്രത്തിന്റെ ഉപരിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലുകൾ മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ കപ്പലുകളെ സംബന്ധിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കും അതിൽ അത്ഭുതകരമായ ദൃഷ്ടാന്തമുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ്, വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിമ്മാ, മനുഷ്യരെ ആകാശത്തിൽ നിന്ന് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന മഴ നിങ്ങൾ കാണുന്നില്ലയോ? ആ മഴയെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഇതിന്റെ പുറകിലൊരു സെറ്റാവുണ്ട്, അവനെയാണിത് പെയ്യിപ്പിക്കുന്നത് എന്ന നിലയ്ക്ക് ഉന്നതമായ ദൃഷ്ടാന്തം ഇതിലുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാവ് നമ്മെ ഓരോരുത്തരെയും അറിയിക്കുന്നു. അപ്പൊ മഴയുമായി ബന്ധപ്പെട്ട് പടച്ചോൻ പറയുമ്പോൾ ഏറ്റവും ഒന്നാമതായി പറയുന്ന കാര്യം, ഇതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ശരിക്കും അത്ഭുതകരമായൊരു ദൃഷ്ടാന്തമുണ്ട് എന്നതാണ്. രണ്ടാമതായി പടച്ചോൻ പറഞ്ഞൊരു കാര്യം, ആരാണ് ഈ മഴ പെയ്യിപ്പിക്കുന്നത്? ഇന്നിപ്പോ ലോകത്ത് ആളുകൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനേകം ആളുകളുണ്ട്. നബിമാരെ ആരാധിക്കുന്നവരുണ്ട്, ബീവിമാരെയും തങ്ങന്മാരെയും വലിയകളെയും മനുഷ്യ നിർമ്മിത ദൈവങ്ങളെയും മനുഷ്യ ദൈവങ്ങളെയും ഒക്കെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനേകം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവിടെ അല്ലാഹു തആല ചോദിക്കുന്ന ഒരു ചോദ്യം, ഇവർക്ക് ആർക്കെങ്കിലും ഞാൻ ഈ വെള്ളത്തെ വറ്റിച്ച് കളഞ്ഞാൽ, മനുഷ്യരെ നിങ്ങളെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദൈവങ്ങളുടെ കൂട്ടത്തിലെ ആർക്കെങ്കിലും വെള്ളം കൊണ്ടുവരാൻ കഴിയുമോ എന്ന് 14 നൂറ്റാണ്ടുകളായി പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ആളുകളെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. പടച്ചോൻ ചോദിക്കുന്ന ഒരു ചോദ്യം നോക്കൂ നിങ്ങൾ,
ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. മനുഷ്യരെ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആരാണ് മനുഷ്യരെ ആകാശത്തിൽ നിന്ന് ഈ നിലയ്ക്ക് സ്വച്ഛമായ വെള്ളത്തെ നിങ്ങൾക്ക് ഇറക്കി തന്നവൻ ആരാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്നിട്ട് റബ്ബ് പറയാണ്, ഫബൈഅതീകും ബിമാഇൻ മഈൻ. നിങ്ങൾ ഈ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമുണ്ടല്ലോ, ഞാനെങ്ങാനും അതിനെയൊന്ന് വറ്റിച്ചു കളഞ്ഞാൽ, ഇല്ലായ്മ ചെയ്ത് കളഞ്ഞാൽ, ആരുണ്ട് നിങ്ങൾക്ക് സ്വച്ഛമായ ശുദ്ധമായ വെള്ളത്തെ നൽകാൻ? ആരാണുള്ളത് എന്ന് സഹോദരങ്ങളെ 14 നൂറ്റാണ്ടുകളായി അള്ളാന്റെ പരിശുദ്ധ ഖുർആനിലൂടെ മാനവലോകത്തോട് അല്ലാഹു തആല ചോദിച്ചു കൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, ഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. വീണ്ടും അല്ലാഹു നമ്മളോട് ചോദിക്കുകയാണ്, മനുഷ്യരെ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ. ടൺ കണക്കിന് ഭാരം വഹിച്ചുകൊണ്ട് ആകാശത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മഴമേഘങ്ങളില്ലേ, അതിൽ നിന്ന് നിങ്ങളാണോ ആ വെള്ളത്തെ ഇറക്കുന്നത്? അം നഹ്നുൽ മുൻസിലൂൻ. അതല്ല, നാമാണോ ആകാശത്തിൽ നിന്ന് ആ വെള്ളത്തെ ഇറക്കുന്നത്? ആരാണ് വെള്ളത്തിന്റെ ആള്? അത് ഞാനാണ്. അത് പ്രകൃതിയുടെ വികൃതിയല്ല, വെറും ഒരു പ്രതിഭാസമല്ല എന്ന നിലയ്ക്ക് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പരിചയപ്പെടുത്തുന്നതും നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് പടച്ചോൻ പറഞ്ഞൊരു കാര്യം, ഈ മഴ നൽകുന്ന നാഥനെ മാത്രമാണ് മനുഷ്യരെ നിങ്ങൾ ആരാധിക്കേണ്ടത്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء يا أيها الناس. ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറയാണ്, മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. എന്താണ് അതിനുള്ള കാരണമെന്നറിയുമോ? അല്ലദീ ഖലഖക്കും, അവനാണ് മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചത്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ മുൻഗാമികൾ മുഴുവൻ സൃഷ്ടിച്ചവനും അവൻ തന്നെയാണ്. അതുകൊണ്ട് അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണേ. എന്നിട്ട് വീണ്ടും റബ്ബ് പറയാണ്, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ. മനുഷ്യരെ, ഈ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി വിരിച്ചു വിധാനിച്ച് നൽകിയവൻ ആരാണ്? അവനെ മാത്രമാണ് മനുഷ്യരെ നിങ്ങൾ ആരാധിക്കേണ്ടത്. അത് അല്ലാഹുവാണ്. അതുകൊണ്ട് അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. വസ്സമാഅ ബിനാഅ, ആകാശത്തെ നിങ്ങൾക്ക് വേണ്ടി മേൽക്കൂരയാക്കി തന്നതും അവൻ തന്നെയാണ്. അതുകൊണ്ട് അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. വഅൻസല മിനസ്സമാഇ മാഅ വഅൻസല മിനസ്സമാഇ മാഅ. നിങ്ങൾക്ക് വേണ്ടതുപോലെ വേണ്ട സമയത്ത് ആകാശത്തിൽ നിന്ന് ഉപരിയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടതുപോലെ വെള്ളമിറക്കി നൽകുന്നതും നിങ്ങളുടെ പ്രിയപ്പെട്ട നാഥനാണ്. അതുകൊണ്ട് അവനെ മാത്രമേ മനുഷ്യരെ നിങ്ങൾ ആരാധിക്കാവൂ. അവനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ. ജീവിതത്തിന്റെ സർവസ്വവും ജീവിതത്തിന്റെ സകലമാനവും ആ റബ്ബിന് മാത്രം സമർപ്പിച്ചേ നിങ്ങൾ ജീവിക്കാവൂ. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ. മനുഷ്യരെ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അല്ലാഹു അല്ലാത്ത ആളുകളെ നിങ്ങൾ ഒരിക്കലും തന്നെ വിളിച്ചു തേടരുത്. അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്.
എന്ന് പരിശുദ്ധ ഖുർആൻ മഴയുമായി ബന്ധപ്പെട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആരെ ആരാധിക്കണമെന്ന ചോദ്യത്തിനും പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന മറുപടി, മാനത്തുനിന്ന് മഴയെ ഇറക്കി നൽകുന്ന നാഥനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. മറ്റൊരു കാര്യം അല്ലാഹു തആല നമ്മളോട് പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും ഇന്ന് എന്തെല്ലാം ആഹരിച്ചു കൊണ്ടിരിക്കുന്നു, എന്തെല്ലാം ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അതെല്ലാം ഈ മഴ മൂലമാണ്. ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തുആമി അന്നാ സബബിനൽ മാഅ സബ്ബാ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا. നമുക്കൊക്കെ സുപരിചിതമായി നമുക്കറിയാവുന്ന മനപ്പാഠമുള്ള പരിശുദ്ധ ഖുർആനിലെ മനോഹരമായ വചനങ്ങൾ. അല്ലാഹ് നമ്മളോട് പറയാ, നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തെ സംബന്ധിച്ച് മനുഷ്യരെ നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടാവും. എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഭക്ഷണം ലഭിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പടച്ചോൻ നമ്മളോട് പറയാണ്, ആകാശത്തിൽ നിന്ന് കുത്തിച്ചൊരിയുന്ന മഴ ഈ മണ്ണിലേക്ക് അവനാണ് പെയ്യിപ്പിക്കുന്നത്. ആ മഴ കൊണ്ട് ഈ ഭൂമിയെ നന്നായി പിളർത്തുന്നതും അവൻ തന്നെയാണ്. ആ മണ്ണിൽ ധാന്യങ്ങളെ ഉൽപാദിപ്പിക്കുന്നതും അവൻ തന്നെയാണ്. മുന്തിരിയും അതോടൊപ്പം തന്നെ ഈത്തപ്പനങ്ങളും ഒലീവ് മരങ്ങളുമൊക്കെ ഈ മഴ മൂലമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്കുള്ള ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നിടത്തും പടച്ചോൻ എന്ത് ചെയ്യുന്നു? മഴ കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ആഹരിക്കുന്നതെല്ലാം നിങ്ങൾക്കുണ്ടായത് എന്ന് പടച്ചോൻ നമ്മളോട് പറയുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന്, നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിനും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തിനും പടച്ചോനോട് ശുക്ർ ചെയ്യുന്നവരായി മാറാൻ നമുക്ക് കഴിയണം. ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. ഈമാനുള്ളവരെ എന്ന് വിളിച്ച്, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും, ഞാൻ നിങ്ങൾക്ക് ആഹാരമായി നൽകിയ ഹലാലായ ത്വയ്യിബായതായ ഏതൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ മനുഷ്യരെ നിങ്ങൾ ആഹരിച്ചുകൊള്ളൂ. എന്നിട്ട് റബ്ബ് പറയാണ്, വഷ്കുറൂ ലില്ലാഹി, ആഹാരത്തിന് വേണ്ടി, അന്നത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെ അനുഗ്രഹങ്ങളാണോ നിങ്ങൾക്ക് നൽകിയത് അതിനെല്ലാം ശുക്ർ ചെയ്തുകൊണ്ട് ആ മനുഷ്യരെ നിങ്ങൾ ജീവിക്കേണ്ടത്. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാവിനെ മാത്രമാണ് ആരാധിക്കുന്നത് എങ്കിൽ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തിന്, കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന് ശുക്ർ ചെയ്തുകൊണ്ട് മനുഷ്യരെ നിങ്ങൾ ജീവിക്കണേ. പടച്ചോൻ നമ്മളോട് പറയുകയാണ്. മറ്റൊരു കാര്യം അല്ലാഹു പറഞ്ഞത്, മഴയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു പാഠം, സഹോദരങ്ങളെ, മരണത്തിന് ശേഷം ഒരു മരണാനന്തര ജീവിതമുണ്ട് എന്നതിനുമുള്ള തെളിവാണ് മഴ. നമ്മളൊക്കെ മരിച്ച് ഈ മണ്ണിന്റെ ഭാഗമായി നമ്മൾ മാറിയാലും ഇതേ മണ്ണിൽ നിന്ന് വീണ്ടും നമ്മളെ പൊക്കാനും ഉയർത്തി എഴുന്നേൽപ്പിക്കാനും പടച്ചോന്റെ മുമ്പിലേക്ക് നമ്മളെ കൊണ്ടുവരാനും അള്ളാഹുവിനൊരു പ്രശ്നമില്ല എന്ന് ശരിക്കും നമുക്ക് മനസ്സിലാക്കി തരുന്ന മഹത്തായ ദൃഷ്ടാന്തമാണ് മഴ. പടച്ചോൻ പറയുന്നു, നോക്കൂ നിങ്ങൾ, വനസ്സൽനാ മിനസ്സമാഇ മാഅം മുബാറകാ
فأنبتنا به جنات وحب الحصيد والنخل باسقات لها طلع نضيد رزقا للعباد وأحيينا به بلدة ميتا كذلك الخروج. പഠിച്ചോ നമ്മളോട് പറയാണ് വനസ്സൽനാ മിനസ്സമാഇ മാഅം മുബാറകാ. മനുഷ്യരെ ആകാശത്തിൽ നിന്ന് ഏറ്റവും ബർക്കത്തുള്ള അനുഗ്രഹീതമായ മഴയെ അവനാണ് മനുഷ്യരെ നിങ്ങൾക്ക് ഇറക്കി തന്നത്. എന്നിട്ട് റബ്ബ് പറയാണ് ഫഅംബതിനാ ബിഹി ജന്നാത് വഹബ്ബൽ ഹസീദ്. ഈ മഴയുണ്ടല്ലോ, ഇത് ഭൂമിയിലേക്ക് പതിച്ചപ്പോഴാണ് ഇവിടെ തോട്ടങ്ങൾ ഉണ്ടായത്, അതുപോലെ തന്നെ കൊയ്തെടുക്കുന്ന ധാന്യങ്ങൾ ഉണ്ടായത്. വന്നഖല ബാസിഖാതിൻ ലഹാ തുൽഉൻ നദീദ്. ഈത്തപ്പന മരങ്ങളും അതുപോലെ ഇന്ന് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ശരിക്കും നിർജീവമായ ഭൂമിയിലേക്ക് മഴ വർഷിച്ചപ്പോൾ അവിടെ ഉണ്ടായതാണ്. എന്നിട്ട് റബ്ബ് നമ്മളോട് പറയാണ് റിസ്ഖൽ ലിൽ ഇബാദ്. ഇതെല്ലാം മനുഷ്യരെ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത് എന്തിനാണെന്നറിയുമോ? നിങ്ങൾക്ക് ആഹരിക്കാനാണ്, നിങ്ങൾക്ക് ഭക്ഷിക്കാനാണ്. എന്നിട്ട് റബ്ബ് നമ്മളോട് പറയാണ് വഅഹൈനാ ബിഹി ബൽദതൻ മൈതാ കദാലികൽ ഖുറൂജ്. നിർജീവമായ ഒരു ഭൂമിയിലേക്ക് മഴ പെയ്യുമ്പോ അവിടെ ഏത് നിലക്ക് സസ്യലതാദികൾ മുളച്ചു പൊന്തുന്നുവോ ഇതേ രൂപത്തിൽ മനുഷ്യരെ കുഴിമാടങ്ങളിൽ നിന്ന്, ശ്മശാനങ്ങളിൽ നിന്ന്, പള്ളിക്കാടുകളിൽ നിന്ന്, ഈ മണ്ണിന്റെ ചുവട്ടിൽ നിന്ന് ഞാൻ നിങ്ങളെ ഉയർത്തി എഴുന്നേൽപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നിർജീവമായ ഭൂമിയിലേക്ക് മഴ പെയ്തപ്പോ അവിടെ ഭൂമി എങ്ങനെ സജീവമായോ ഇതേപോലെ ഈ മണ്ണിന്റെ ചുവട്ടിന്ന് ഖബറുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരും എന്ന് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നതും ഈ മഴയെന്ന് പറയുന്ന അത്ഭുതകരമായ ദൃഷ്ടാന്തം മുന്നിൽ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മഴയിൽ നിന്നുള്ള ഈ പാഠങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി ജീവിക്കുന്നവരായി മാറാൻ നമുക്ക് കഴിയണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിധിയും വിലക്കുകളും ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നന്നായി പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മഴയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. മഴയുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല അതൊരു അനുഗ്രഹമായി നമ്മെ അറിയിക്കുമ്പോൾ തന്നെ ഈ മഴയുടെ രൂപം മാറ്റാനും ഇതിനെ മറ്റൊരവസ്ഥയിലേക്ക് മാറ്റാനും ഇത് ശിക്ഷയാക്കി തിരിക്കാനും അള്ളാഹുവിനെ കൊണ്ട് സാധിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ അറിയിക്കുന്ന വചനങ്ങളും നമുക്ക് കാണാൻ കഴിയും. നമ്മുടെയൊക്കെ മുൻഗാമികൾ അവരെ അല്ലാഹു തആല നശിപ്പിക്കുമ്പോൾ അവരെ നശിപ്പിക്കാൻ അവരിലേക്ക് അല്ലാഹു തആല അയച്ചത് മഴയെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
അത് ഏത് രൂപത്തിലുള്ള മഴയായിരുന്നു? പടച്ചോൻ പറഞ്ഞു, വഅംതർനാ അലൈഹിം മത്റാ ഫൻളുർ കൈഫ കാന ആകിബത്തുൽ മുജ്രിമീൻ. ഏതൊരു നിലക്കുള്ള മഴയായിരുന്നു നാം അവരിലേക്ക് അയച്ചത് എന്നത് നിങ്ങൾ ഓരോരുത്തരും കണ്ടില്ലേ? ഫജഅൽനാഹാ ആലിയഹാ സാഫിലഹാ വഅംതർനാ അലൈഹിം ഹിജാറതൻ മിൻ സിജീൽ. ആകാശത്തിൽ നിന്ന് കല്ലുമഴയെ ഇറക്കി അല്ലാഹു തആല നശിപ്പിച്ച സമൂഹത്തെ സംബന്ധിച്ച് കൃത്യമായി റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ശാന്തമായ സുന്ദരമായ മഴ, അതിനെ രൂപം മാറ്റി മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹുവിനെ കൊണ്ട് കഴിയുമെന്ന് മുൻഗാമികളുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. അതുകൊണ്ട് എന്റെ പടച്ചവനോട് ഇത് ഏറ്റവും നല്ല രൂപത്തിൽ പെയ്യിപ്പിക്കാനും ഇതിന്റെ കെടുതികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെയൊക്കെ രക്ഷപ്പെടുത്താനും വേണ്ടി അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു അവന്റെ അനുഗ്രഹീതമായ സ്വർഗം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. മഴയുമായി ബന്ധപ്പെട്ട ഓരോ ദൃഷ്ടാന്തങ്ങളും കൃത്യമായി അറിഞ്ഞ് ആ നിലയ്ക്ക് പടച്ച തമ്പുരാന് ശുക്ർ ചെയ്ത് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ, മുവഹിദുകളിൽ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.